ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ള ചില ആളുകൾ അവർക്ക് ഇത്ര കോൺഗ്രസ് പക്ഷപാതിത്വമുണ്ട്. അത് കാരണം ബി ജെ പിക്കകത്ത് CPM വിരോധത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള കുറേ ആളുകൾ. ശോഭാ സുരേന്ദ്രൻ സ്വയം എടുത്തിട്ടുള്ളൊരു നിലപാട് ഇനി തൽക്കാലത്തേക്ക് ആലപ്പുഴ വിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നുള്ള നിലപാടാണ്. ആ വോട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി, ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും ഞങ്ങൾ ആ ടാർഗറ്റ് വെച്ച് പ്രവർത്തിച്ചു. പക്ഷേ ഈ ശ്രീധരന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ഒരിക്കലും കൃഷ്ണകുമാറിന് കിട്ടില്ല. പാലക്കാട്ടൊരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ അമിത പ്രതീക്ഷക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെ ബി ജെ പിയുടെ ഒരു മണ്ഡലമൊന്നും ആയിരുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ അമിത പ്രതീക്ഷ ഉണ്ടായി. അപ്പോൾ അമിത പ്രതീക്ഷക്കനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അത് ആ ഒരു ദിവസത്തേക്കുള്ള പൊട്ടിത്തെറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ടീം മാറാൻ വേണ്ടി പോകുന്നില്ല, കസേരകളെ മാറുള്ളൂ. ടീം അങ്ങനെ തന്നെ ഉണ്ടാകും. ആ ടീമിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ടാർഗറ്റ് 2026 ആകുമ്പോൾ ഞങ്ങൾക്ക് 25% വോട്ട് വേണമെന്നുള്ളതാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും BJP സംഘടനാ തിരഞ്ഞെടുപ്പും അടുത്തിടെ നടന്ന ഉപതിരഞ്ഞെടുപ്പും സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ന് BJP അധികാരത്തിലുണ്ട്. എന്നാൽ കേരളത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ല. എന്താണ് BJPയുടെ ഭാവിയിലേക്കുള്ളൊരു യാത്ര? കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കാൻ BJPയുടെ മുന്നിലുള്ള വഴികൾ എന്താണ്? കേരളത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വളരാൻ പ്രതികൂലമായിട്ടുള്ള ധാരാളം കാലാവസ്ഥയുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായി ക്രമാനുഗതമായിട്ടുള്ളൊരു വളർച്ച BJP കാണിക്കുന്നുണ്ട്. കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ജയിക്കുക എന്നുള്ളത് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ പരിമിതി ഞങ്ങൾ മറികടന്നു. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒന്നാമതെത്തിയിട്ടുണ്ട്. 2 മുന്നണികളെയും പിറകിലാക്കിക്കൊണ്ട് ഒന്നാമതെത്തിയിട്ടുണ്ട്. 8 അസംബ്ലി മണ്ഡലങ്ങളിൽ NDA രണ്ടാമതാണ്. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDFനെ പിറകിലേക്ക് മാറ്റിക്കൊണ്ട് ഞങ്ങൾ രണ്ടാമതെത്തിയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ BJP ഒരു വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണ് എന്നുള്ള മനോഭാവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് 2026 വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നഗരസഭകളിൽ ഏറ്റവും വലിയ പാർട്ടി BJPയാണ്. നിരവധി മുനിസിപ്പാലിറ്റികളിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് BJP മാറിയിട്ടുണ്ട്. നിരവധി പഞ്ചായത്തുകൾ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വിലയിരുത്തുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൻ്റെ നിലയനുസരിച്ച് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നൊരു സമീപനം. തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷ BJPക്കുണ്ടായി. പക്ഷേ പാലക്കാട് പോലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ അത്ര പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ല, വലിയ തോൽവി ഉണ്ടായി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പാലക്കാട് ഒരു വലിയ തോൽവി ഉണ്ടായി എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും BJPക്ക് വലിയ ഹഡിൽസാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാട് ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം 2021 ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഞങ്ങളവിടെ ഏതാണ്ട് 4000-ഓളം വോട്ടിന് തോറ്റ മണ്ഡലമാണ്. അപ്പോൾ ഈ ശ്രീധരനെ പോലെ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും UDFനോട് പരാജയപ്പെട്ടു പോയൊരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അതുകൊണ്ട് അതൊരിക്കലും BJPയുടെ ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ രാഷ്ട്രീയം സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ജയിക്കണം ഞങ്ങൾ ആഗ്രഹിച്ചു. ജയിക്കാൻ ആവശ്യമായ പ്രവർത്തനം കാഴ്ചവെച്ചു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനം UDFന് അനുകൂലമുണ്ടായി. വലിയ തോതിലുള്ള മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലമുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ തോൽവിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. BJP A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ആ തിരഞ്ഞെടുപ്പിൽ ഒരു 10,000-ലേറെ വോട്ടിന് BJP തോൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? BJP നേരത്തെയും 10,000-ലേറെ വോട്ടിന് തോറ്റിട്ടുണ്ടല്ലോ. 2016 BJP അവിടെ 2ാം സ്ഥാനത്ത് നിന്നത്. അല്ല, ലോക്സഭ കഴിഞ്ഞ് വരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു
തൃശ്ശൂരിലൊക്കെ വിജയിച്ചു, ലോക്സഭയിൽ അത്യാവശ്യം നന്നായിട്ട് വോട്ട് കയറി. അതിനുശേഷം നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു 50,000 വോട്ടിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. പക്ഷേ അത് എളുപ്പമല്ല എന്ന് ആ ടാർഗറ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് 50,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും പാലക്കാട് പോലെയുള്ളൊരു മണ്ഡലത്തിൽ ഈ ശ്രീധരന് ഒരു വോട്ടുണ്ട്. അടുത്ത പ്രത്യേകിച്ചും നഗരങ്ങളിലെ വോട്ടർമാരുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും ഞങ്ങൾ ആ ടാർഗറ്റ് വെച്ച് പ്രവർത്തിച്ചു. പക്ഷേ ഈ ശ്രീധരന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ഒരിക്കലും കൃഷ്ണകുമാറിന് കിട്ടില്ല. രണ്ടാമത്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ലഭിക്കുക എന്നുള്ളതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു വേവ് ഉണ്ടായിരുന്നു. ആ വേവിൻ്റെ ഗുണഫലം ഒരു പ്രോ മോഡി വോട്ട്, മോഡിക്കുള്ള വോട്ടുണ്ട് പാലക്കാടുമുണ്ട്. എല്ലാ നഗരങ്ങളിലും നരേന്ദ്രമോദിക്കൊരു വോട്ടുണ്ട്. ആ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം കിട്ടണമെന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തും BJPക്ക് കിട്ടുന്ന വോട്ടല്ല, അത് എക്സസ് വോട്ടാണ്. ഈ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനം ഉണ്ടായി. ഉദാഹരണമായിട്ട് UDFൻ്റെ എല്ലാ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ അവരെല്ലാവരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ വോട്ടിനും വേണ്ടിയിട്ടുള്ള മത്സരമാണ്, ഓരോ വോട്ടും നിർണായകമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ശ്രമം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ മുഴുവൻ വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. ഞങ്ങളതിനു വേണ്ടി പരിശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു വലിയ തിരിച്ചടിയായിട്ടോ തോൽവിയായിട്ടോ പാലക്കാടിനെ ഞാൻ കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി നിർണയമോ അതിലെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഈ തോൽവിയിൽ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ പല കാരണങ്ങൾ പറയും. ആ കാരണങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കപ്പെടേണ്ടത്, അതായത് ഇത്രമാത്രം വസ്തുതയുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് BJPക്കകത്ത് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ സാധിക്കൂ. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ പാലക്കാട് പോയിരുന്നു. അവിടുത്തെ എല്ലാ പ്രവർത്തകന്മാരും അഭിപ്രായം ചോദിച്ചിരുന്നു. അവർ പറഞ്ഞതിനനുസരിച്ച് ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ വിശദമായി ചർച്ച ചെയ്ത് കേന്ദ്ര കമ്മിറ്റിക്ക് അയക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയാണ് ഫൈനലാക്കുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന പ്ലസ് പോയിൻറ്റുകൾ, കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് 10-17 കൊല്ലക്കാലം മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള വ്യക്തിയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് അറിയുന്ന ഒരു മുഖപരിചയമുള്ള ഒരാളാണ്. ബാക്കി 2 സ്ഥാനാർത്ഥികളും പാലക്കാട്ടുകാരല്ല. അപ്പോൾ ആ നാട്ടിൽ നിന്നുള്ള അവിടെ ജീവിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രയോജനകരമാകും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായത്. പരാജയപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറയും, ആ കൂട്ടത്തിൽ ഈ കാരണവും പറയുന്നുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു വിഭാഗീയത അല്ലെങ്കിൽ തർക്കം അതിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ച് ഒരു എതിർപ്പുണ്ടായിരുന്നെന്ന് മറനീക്കി പുറത്തു വന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയിലേക്ക് ബാധിച്ചിട്ടുണ്ടോ? അതൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കുറഞ്ഞതിനെ ബാധിക്കില്ല. കാരണം ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. ഇപ്പോൾ BJPയുടെ പ്രവർത്തകന്മാർക്ക് അവർക്ക് പലരോടും സ്നേഹമുണ്ടാവും, പല സ്ഥാനാർത്ഥികൾ വേണമെന്നുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളും മുറിവുകളൊക്കെ ഉണ്ടാകാം. അല്ല, അത് തെരഞ്ഞെടുപ്പിന് തോൽവിയെ ബാധിച്ചിട്ടുണ്ടോ? പക്ഷേ നമ്മൾ പരിശോധിക്കുന്നത് ബാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ BJPക്ക് ഇപ്പം ഒരു 20-30 വോട്ട്, 30 വോട്ട്, 40 വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു 4000 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുള്ളത്. അത് പലതും സ്ഥലത്തില്ലാത്ത വോട്ടർമാർ. ഞങ്ങളിപ്പോൾ ഓരോ ബൂത്തിലും പരിശോധിക്കുകയാണ്. ചില വോട്ടർമാർ സ്ഥലത്തില്ല, ചില വോട്ടുകൾ ചെയ്യാതെ പോയിട്ടുണ്ട്. അതൊന്നും ഈ പ്രശ്നത്തിൻ്റെ പേര് ചെയ്യാതെ പോയതല്ല, ഞങ്ങളുടെ ചില സംഘടനാപരമായിട്ടുള്ള പാകപ്പിഴവുകളായിരിക്കാം, ബൂത്ത് മാനേജ്മെൻറ്റിൻ്റെ അഭാവമായിരിക്കാം. പക്ഷേ ഞങ്ങൾ ജയിച്ചിട്ടുള്ള വാർഡുകളിലൊക്കെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി മാത്രം ഒരു ഘടകമായിട്ട് ഇതിനെ പറയാൻ സാധിക്കില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവേ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു സെറ്റ് ബാക്ക്, അത് ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു പരിശ്രമം നടത്തി. പക്ഷെ അത് വിജയിച്ചില്ല. പക്ഷേ ചേലക്കരയിൽ 10,000 വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞത്, നമുക്ക് ചില സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ചില സ്ഥലത്ത് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നികത്തും. പിന്നെ ഈ പറയും പോലെ പാലക്കാട്ടൊരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം അങ്ങനെ അമിത പ്രതീക്ഷക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെ BJPയുടെ ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ അമിത പ്രതീക്ഷ ഉണ്ടായി. അപ്പോൾ അമിത പ്രതീക്ഷക്കനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അത് ആ ഒരു ദിവസത്തേക്കുള്ള പൊട്ടിത്തെറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്.
എല്ലാ സമയത്തും ഇപ്പോൾ കഴിഞ്ഞ 2014 ശേഷം ബി ജെ പിയുടെ വോട്ടുകൾ താരതമ്യേന ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ. എന്നാൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരള നേതൃത്വത്തെ ജനങ്ങൾ തള്ളിക്കളയുകയാണോ? വോട്ട് വരുന്നത് ഇപ്പോൾ പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന ഒരേ ടീമാണല്ലോ. അപ്പോൾ വോട്ട് കുറയുമ്പോൾ മാത്രം ഒരാൾക്ക് ദോഷമെന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരേപോലെയാണ്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് പാറ്റേണാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു പാറ്റേൺ അനുസരിച്ചല്ല കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് ബി ജെ പിക്ക് മാത്രമല്ല. ഇപ്പം നമ്മൾ നോക്കും, 2019 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 മണ്ഡലങ്ങളിലും UDF ജയിച്ചു. അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 90 സീറ്റുകൾ അവർ തോറ്റു അസംബ്ലി മണ്ഡലങ്ങളിൽ. ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള കുറവ് ഞാൻ ചോദിക്കും. വോട്ടിംഗ് പെർസെൻറ്റേജിൽ 2021 ഞങ്ങൾക്ക് കുറവ് വന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസ് വോട്ടേ കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് കുറവ് വന്നു എന്ന് പറഞ്ഞാൽ എക്സസ് വോട്ടൊന്നും കിട്ടിയില്ല. ഞങ്ങളിത് പരിശോധിച്ചു. അതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭയിൽ വോട്ട് ഉയർന്നിട്ടുണ്ട്. ആ വോട്ട് പിടിക്കാൻ പറ്റാത്തതിന് തീർച്ചയായിട്ടും അത് അന്ന് ഞങ്ങൾ സമ്മതിച്ചതാണല്ലോ. അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പറയാൻ സാധിക്കില്ല. രണ്ട് പാറ്റേണാണ്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് ആ വോട്ടിൽ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. മാത്രമല്ല 2021 ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സസ് വോട്ടെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറേ അഡീഷണൽ വോട്ട് കിട്ടും, അതൊക്കെ നഷ്ടപ്പെട്ടു. 2020 ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസ് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് വിശദമായി പരിശോധിക്കുകയും ആ പരിശോധന അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും സംഘടനാപരമായിട്ടുള്ള റീഅറേഞ്ച്മെൻറ്റുകൾ നടത്തുകയും കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ട് ഇടപെടലുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് രാജ്യവ്യാപകമായിട്ടുള്ളൊരു പ്രോ മോഡി വേവിനോടൊപ്പം ഞങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള കഴിഞ്ഞ 1-2 വർഷമായി നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൂടി ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പാലക്കാട് ഒരു 4000-4500 വോട്ട് കുറഞ്ഞപ്പോഴും തൊട്ടടുത്ത ചേലക്കരയിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനാപരമായൊരു സെറ്റ് ബാക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ചേലക്കരയിലും പ്രതിഫലിക്കേണ്ടതാണ്. കേരളത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ പാലക്കാട് മാത്രമല്ല ചേലക്കരയും പ്രതിഫലിക്കേണ്ടതാണ്. ഇനി സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചയാണെങ്കിൽ അത് പൊതുവീഴ്ചയാണെങ്കിൽ അത് ചേലക്കരയും പ്രതിഫലിക്കേണ്ടതാണ്. അപ്പോൾ പാലക്കാട് എന്നുള്ളൊരു സ്പെഷ്യൽ കേസാണ്. അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിക്കും. അത് വരുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അത് പ്രതിഫലിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതെങ്കിലും മറ്റു സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയ 2-3 പേരുടെ ലിസ്റ്റാണല്ലോ വന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ സ്വയം മാറി നിൽക്കുകയായിരുന്നോ അതോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ് 2 പേര് സ്വയം മാറി നിൽക്കുകയായിരുന്നു എന്നാണ്. അത് വല്ല യാഥാർത്ഥ്യമുണ്ടോ? ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു, സത്യമാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, നല്ലോണം വോട്ട് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ആളുകൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം. ശോഭയാണെങ്കിൽ നേരത്തെ 2016 പാലക്കാട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അവരാഗ്രഹിച്ചിരുന്നു, അവിടുന്ന് പേര് വന്നിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ സ്വയം എടുത്തിട്ടുള്ളൊരു നിലപാട് ഇനി തൽക്കാലത്തേക്ക് ആലപ്പുഴ വിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നുള്ള നിലപാടാണ്. അത് അവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അല്ലാതെ അതിൽ കേരള BJP ഘടകത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള പേരുകൾ അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് മേലോട്ട് അയക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ല, സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു, അവർ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ബാക്കി കേന്ദ്ര നേതൃത്വമാണ് സംസാരിക്കുകയും തീരുമാനിക്കുകയും വേണ്ടത്. അപ്പോൾ പൊതുവേ BJPയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഒരു നിലപാടും എല്ലാ സ്ഥലത്തും പോയിട്ട് ആളുകൾ മത്സരിക്കുന്നത് ഗുണകരമല്ല എന്ന് എല്ലാ കാലത്തും BJP കേന്ദ്ര നേതൃത്വം പറയുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം നിങ്ങളെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളത് BJPയുടെ എക്കാലത്തെയും നിലപാടാണ്. അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഇവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മുഖവിലക്കെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് ഒരുപക്ഷെ അതിനൊരു പ്രയാസം ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മാറിപ്പോയിട്ടുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു, അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായിരുന്നു. പിന്നെ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ എക്കാലത്തെയും സമീപനം. അത് ഇപ്രാവശ്യം പാലക്കാടും കണ്ടിട്ടുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ 2ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ ഒരു തവണ കൂടി വരണമെന്ന് BJP സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അതിന് അവർ കളി നീക്കി എന്ന് BJP വിട്ട സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? സന്ദീപ് വാര്യർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വരം എന്തിനാണ് മോശമാക്കുന്നത്?
BJP കേരളത്തിൽ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ട് ഒരേപോലെ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുന്നണിയോട് കൂടുതൽ വിരോധമോ ഏതെങ്കിലും ഒരു മുന്നണിയോട് കൂടുതൽ മമതയോ ഇല്ല. ആത്യന്തികമായി ഈ രണ്ട് മുന്നണികളും BJP വിരുദ്ധ മുന്നണികളാണ്. ഞങ്ങൾ തോൽപ്പിക്കേണ്ടതും ഈ രണ്ട് മുന്നണികളാണ്. എവിടെയെങ്കിലും BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ UDF-നെ LDF-ഉം സഹായിക്കും, LDF-നെ UDF-ഉം സഹായിക്കും. എത്രയോ തെരഞ്ഞെടുപ്പുകൾ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സീറ്റ്, നേമത്തെ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് LDF-ഉം UDF-ഉം പരസ്പരം സഹായിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മുന്നണികളും ഒരേപോലെ BJP എതിർക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുന്നണിയോട് പ്രത്യേകിച്ച് മമതയാണ് ഇങ്ങനെ ഉണ്ടാവുക. കേരളത്തിൽ LDF ഗവൺമെൻറ്റിനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. നമ്മൾ ആരോട് ഒരു 10 പേരോട് സംസാരിക്കുമ്പോൾ അതിലൊരു 7 പേർ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് സംസാരിക്കുക നിരവധി വിഷയങ്ങളിൽ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത് എൻഗേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വലിയ അമർഷവും പ്രതിഷേധവും അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന നിലപാടാണ് VD സതീശനും പ്രതിപക്ഷവും എക്കാലത്തും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതൊരു പൊതുവായിട്ടുള്ള നിലപാടാണ് അവരുടെ. അല്ല, ചില കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലാവലിംഗ് കേസായാലും കുഴൽപ്പണം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ADGP വിഷയങ്ങൾ, കരുവന്നൂർ കേസ്, അതൊന്നും എവിടെയും എത്തുന്നില്ല. അല്ലെങ്കിൽ അതിനൊരു കാലതാമസം വരുന്നു. ഈ ജനങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ ചില ആളുകൾ ഇത് സംശയിച്ചായി അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? കേസ് അന്വേഷണം ഏജൻസികളാണ് നടത്തുന്നത്. BJP ഒരിക്കലും ഒരു കേസ് അന്വേഷണത്തിലും ഇടപെടുന്ന പാർട്ടിയല്ല. അന്വേഷണ ഏജൻസികളാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച 2-3 വിഷയങ്ങൾ അത് തന്നെ എടുത്താം. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അത് തിരുവനന്തപുരത്ത് കോടതി ആ കേസ് പിണറായി വിജയനെ കുറ്റവിമുക്തമാക്കിയതിന് കാരണം അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിഭാഷകന്മാരെ വെച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുറ്റവിമുക്തമാവില്ലായിരുന്നു. ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടില്ല. അല്ല, അതിനുശേഷം ഹൈക്കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ താഴെയുള്ള കീഴ്ക്കോടതി വിധി അംഗീകരിച്ചു. അന്നും UDF ഗവൺമെൻറ്റാണ് സഹായിച്ചത്. അതിനുശേഷം കുറേ കാലത്തേക്ക് അപ്പീൽ പോലും കൊടുത്തില്ല. UDF ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന സമയത്താണ് അപ്പീൽ കൊടുക്കാതെ അത് ഹൈക്കോടതി വിധിയോടുകൂടി അവസാനിപ്പിച്ചത്. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ CBI ആ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് CBI കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ചത്. ആ അപ്പീലാണിപ്പോൾ ഹൈക്കോടതിയുള്ളത്. അതായത് കേസിൻ്റെ എല്ലാ മെറിറ്റോറിയൻറ്റഡ് ആയിട്ടുള്ള വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞു. ആ സന്ദർഭത്തിലെല്ലാം പിണറായി വിജയൻ രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുത്തത് സംസ്ഥാനത്തെ UDF ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ആകെയുള്ളത് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ മാത്രമാണ്. ആ അപ്പീൽ അവിടുത്തെ വക്കീലന്മാരുടെ സാഹചര്യം അനുസരിച്ച് നീട്ടിവെക്കുകയാണ്. അപ്പീൽ എന്ന് പറയുന്നത് ഒരിക്കലും വിചാരണയല്ല, ഒരിക്കലും കേസിൻ്റെ മുഴുവൻ മെറിറ്റിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദമല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് കീഴ്ക്കോടതിയിൽ ഇഴകീറി വിചാരണ ചെയ്യേണ്ട സന്ദർഭത്തിൽ പിണറായി വിജയനെ അനുകൂലിച്ചു കൊടുത്ത ആളുകൾ ഇപ്പോൾ BJP കുറ്റപ്പെടുത്തൽ യഥാർത്ഥമുള്ളത്. ഞങ്ങൾ മിനിമം ആ കേസ് ക്ലോസ് ചെയ്തില്ലല്ലോ. ഇവരെല്ലാം ആ കേസ് ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ, മോഡി ഗവൺമെൻറ് വന്നപ്പോൾ UDF ഗവൺമെൻറ് ക്ലോസ് ചെയ്തൊരു കേസ് അതിൽ മെറിറ്റുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് CBI കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ചു. അത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ഇടപെടാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ സുപ്രീം കോടതി ഏതെങ്കിലും ഗവൺമെൻറ് പറയും പോലെയാണോ? ഈ കേസ് നീട്ടിവെക്കാൻ പറയുമ്പോൾ അതിലെന്തെങ്കിലും മെറിറ്റില്ലെങ്കിൽ സുപ്രീം കോടതി സമ്മതിക്കുമോ? അപ്പോൾ കോടതിയിൽ വന്നിട്ടുള്ളൊരു കേസ്, കോടതി മുമ്പാകെയുള്ള കേസ്, അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? അത് വെറുതെ പറയുന്നതാണ്. രണ്ടാമത്തെ വിഷയം കരുവന്നൂർ കേസ്. ആ കരുവന്നൂർ കേസിൽ ED അന്വേഷണം വന്നു. സംസ്ഥാന ഗവൺമെൻറ് എന്ത് അന്വേഷണം നടത്തി? ഒരു അന്വേഷണം നടത്തില്ലല്ലോ. ഇപ്പോൾ ജയിലിലുള്ള മുഴുവൻ ആളുകളെയും ED അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളവരാണ്. CPM-ൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുള്ളത് ED ആണ്. എല്ലാ അന്വേഷണവും ED ആണ്. പക്ഷേ EDയുടെ ഒരു പ്രത്യേകത, ED ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് കേസ് ക്ലോസ് ചെയ്യുന്ന ഏജൻസിയല്ല, കേസ് അന്വേഷണം പൂർത്തിയാക്കുന്ന ഏജൻസിയല്ല. അതൊരു ദീർഘകാലത്തെ പ്രോസസ്സാണ്. ഇപ്പോഴും കരുവന്നൂരിലെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തെ വഴിക്ക് പോകും. കൊടകര വിഷയത്തിൽ കേസ് എങ്ങനെയാണ് അവസാനിച്ചത്? ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണ്. ആ കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട പണം BJPയുടെ പണമാണ് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു എവിഡൻസ് സംസ്ഥാന സർക്കാരിനോ പോലീസിനോ കണ്ടെത്താൻ സാധിച്ചു? ഇനി ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ കൊടകര കേസ് അന്വേഷണം ഞങ്ങളും CPM-ഉം തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണെങ്കിൽ ഇവർക്ക് കോടതിയിൽ പോകാമല്ലോ. എന്താ ഇവർ കോടതിയിൽ പോകാത്തത്? അപ്പോൾ ഇതൊക്കെ വെറും പുകമറ മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേസിനെ രാഷ്ട്രീയമായി ബന്ധപ്പെടുന്നില്ല. ഞങ്ങൾ കേസിനെ കേസായിട്ട് നേരിടും. ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ സീറ്റ് പിടിച്ചു. ആ സമയത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷ് ആയിരുന്നു.
എന്നാൽ അതിനുശേഷം സംഘടനാ ജനറൽ സെക്രട്ടറിയെ മാറ്റി ഇപ്പോൾ ആ സ്ഥാനത്ത് ആരുമില്ല. എന്താണ് BJPക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്തത്? ഏതെങ്കിലും RSSുമായിട്ട് വല്ല തർക്കത്തിൻ്റെ പേരിലാണോ? അല്ല, അങ്ങനെ BJPയെക്കുറിച്ചും RSSനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഇതൊരു ഏതെങ്കിലും ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ഉള്ള ബന്ധമല്ല BJPയും RSSും. BJPയും RSSും തമ്മിലുള്ള ബന്ധം ഒരു ആശയപരമായിട്ടുള്ള ബന്ധമാണ്. BJP ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകും. ഞങ്ങളും RSSും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമുള്ള ഞങ്ങളൊരു ആശയ കുടുംബത്തിലാണ്. ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന RSSന്ന് ആശയ പ്രചോദിതരായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാധാരണ നിലക്ക് സംഘം ചെയ്യാറുള്ളത് എല്ലാ പരിവാർ സംഘടനകൾക്കും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരകന്മാരെ സംഘം വിട്ടുകൊടുക്കാറുണ്ട്. ചില സന്ദർഭത്തിൽ കൊടുക്കാതിരുന്നിട്ടുമുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല. കേരളത്തിൽ RSS പ്രചാരകൻ BJPയുടെ സംഘടനാ സെക്രട്ടറി ആകാത്ത ആദ്യത്തെ സന്ദർഭമല്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഉദാഹരണമായിട്ട് PP മുകുന്ദേട്ടൻ BJPയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിപ്പോയപ്പോൾ BJPയുടെ സംഘടനാ സെക്രട്ടറിയായി വന്നത് ഒരു RSS പ്രചാരകനല്ല, PK കൃഷ്ണദാസാണ് സംഘടനാ സെക്രട്ടറി ആയത്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ സാഹചര്യമാണ്. ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് നാളെ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് BJPയുടെ കേന്ദ്രതലത്തിലും RSSൻ്റെ കേന്ദ്രതലത്തിലും ഒക്കെ എടുക്കുന്ന പരസ്പര ആലോചനയും കൂടിയാലോചനയുടെ ഭാഗമായി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താണ്? RSSൻ്റെ പ്രചാരകന്മാരെ മാറുന്നത് BJPയുടെ മികവിൻ്റെയോ BJPയുടെ തോൽവിയുടെ അടിസ്ഥാനത്തിലല്ല. അങ്ങനൊരു സാഹചര്യമില്ല. ഉദാഹരണമായിട്ട് BJPയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി രാംലാൽ, അദ്ദേഹം രണ്ടാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് വലിയ സീറ്റുകളും വോട്ടുകളും വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് രാംലാൽ RSSലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ RSSൻ്റെ പ്രചാരകന്മാർ സംഘത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളത് അത് എക്കാലത്തെയും ഇതാണ്. അത് BJP രാഷ്ട്രീയത്തിൻ്റെ വിജയമോ പരാജയ അടിസ്ഥാനത്തിലല്ല, അവർക്ക് അസൈൻ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അവരെ മറ്റു ചുമതലയിൽ നിശ്ചയിക്കുക തിരിച്ചു പോകും. അതിനേക്കാൾ കൂടുതൽ അതിനെന്തെങ്കിലും റിലവൻസ് ഉള്ളതായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. പിന്നെ BJPക്കകത്ത് RSSൻ്റെ പ്രചാരകന്മാർ പ്രവർത്തിക്കണോ വേണ്ടോ, ഇതൊക്കെ ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അത് കേരളത്തിൻ്റെ തീരുമാനവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഹരിയാനയിൽ അതിനുശേഷം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ RSSൻ്റെ ഇടപെടൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും BJP നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? BJP നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല സംഘം സാധാരണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളാവുക. സംഘം ഒരിക്കലും നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലോ പ്രചരണത്തിലോ പങ്കാളികളാകാറുമില്ല. RSS എപ്പോഴും ചെയ്യുന്നത് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സർസംഘചാലകൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകണം. ആ സന്ദേശം പ്രാവർത്തികമാക്കാൻ സംഘത്തിൻ്റെ മിഷനറി പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തിൻ്റെ എല്ലാ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ, അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോട്ടർമാരെയല്ല, എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമം നടന്നിട്ടുണ്ട്. എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഗുണകരമാകുമെന്നുള്ളൊരു വസ്തുതയാണ്. അത് സംഘം എക്കാലത്തും എപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലുമുണ്ട്. കേരളത്തിൽ പാലക്കാടായാലും ചേലക്കരയായാലും വയനാട്ടിലായാലും ഒക്കെ RSSൻ്റെ പ്രവർത്തകന്മാർ അവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊന്നും അവരില്ല. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കാനുള്ളൊരു പരിശ്രമം, ആ പരിശ്രമത്തിൽ അവർ ഇപ്രാവശ്യം ഇൻവോൾവായിരുന്നു. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഒരു ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് RSS. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനം എല്ലാ കാലത്തും നടത്തും. BJP എന്തെങ്കിലും കാര്യം RSSനോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ആവശ്യപ്പെട്ടൊന്നും ചെയ്തു കൊടുക്കുന്ന സംഘടനയല്ല RSS. സ്വാഭാവികമായും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വരും. ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലേക്ക് ചെയ്ത പോലുള്ള ഒരു നീക്കം കേരളത്തിലും ആവശ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇല്ലല്ലോ, ഇപ്പോഴുണ്ടല്ലോ. ഇപ്പോഴും BJPയുടെ നേരിട്ടുള്ള പ്രവർത്തനത്തിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂത്ത് അടിസ്ഥാനത്തിൽ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ, ആ പ്രവർത്തനമൊക്കെ എല്ലാ കാലത്തും പ്രാദേശികമായിട്ടുള്ള സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർ, RSSൻ്റെ കാര്യകർത്താക്കന്മാർ ചെയ്യുന്ന പ്രവർത്തനമാണ്. അത് ഈ പ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക BJP ആവശ്യപ്പെടേണ്ടതില്ല. BJPയോ
ഏതെങ്കിലും പരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ട് സഹായിക്കുന്ന സംഘടനയല്ല RSS. ഞങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെട്ടു, എന്നാൽ പിന്നെ സഹായിച്ചു കളയാം എന്ന് പേര് സഹായിക്കുന്നില്ല. സഹായം ആവശ്യമാണ് എന്ന് RSSന് തോന്നിയാൽ ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെടാതെയും ആ സഹായം ഉണ്ടായിരിക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം. BJPയിലെ ഈ തർക്കങ്ങൾ അത് കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ സംഘടനാ പ്രവർത്തനങ്ങളെ? നിങ്ങൾക്കങ്ങനെ നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കേരളത്തിലെ BJPയുടെ ഏതെങ്കിലും പരിപാടികൾ BJPക്കകത്തൊരു ആഭ്യന്തര സംഘർഷം കൊണ്ട് പരാജയപ്പെട്ടു പോയി എന്ന് ഇതുവരെ മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. കാരണം BJPക്കകത്ത് നിങ്ങൾ പറയും പോലെ അങ്ങനെ വലിയ ആഭ്യന്തര സംഘർഷം ഗ്രൂപ്പുകളുണ്ടോ BJPക്കകത്ത്? BJPക്കകത്ത് ഗ്രൂപ്പുകളില്ല. കാരണം ഗ്രൂപ്പുകളുടെ പിന്നാലെ ആരാണ് പോകാൻ വേണ്ടി പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് ഉണ്ടായേക്കാം. അത് മുകൾ തട്ടിൽ താഴത്തെ പ്രവർത്തകന്മാർക്ക് എന്താ അഭിപ്രായ വ്യത്യാസം? BJPയുടെ ഒരു പ്രവർത്തകനും ഒരു ഗ്രൂപ്പിൻ്റെയും പിന്നാലെ പോവില്ല. ഏതെങ്കിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ താഴത്തെ ഒരു BJP പ്രവർത്തകരും അവർക്ക് കേരളത്തിലെ എല്ലാ BJP നേതാക്കന്മാരും ഒരേപോലെയാണ്. അവരോട് പോയിട്ട് ഏതെങ്കിലും ഒരു BJP നേതാവ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷമുണ്ടോ? പക്ഷവും ഗ്രൂപ്പാണല്ലോ. പക്ഷവും ഗ്രൂപ്പൊക്കെ രണ്ട് വാക്ക് നല്ലതെന്നല്ലോ. BJPക്കകത്ത് സാധാരണ പ്രവർത്തകന്മാർ അവർക്കാകെയുള്ള കമ്മിറ്റ്മെൻറ്റ് പാർട്ടിയോട് മാത്രമാണ്, ഐഡിയോളജിയോട് മാത്രമാണ്. ഏത് നേതാവ് വന്ന് പറഞ്ഞാലും ഏത് നേതാവ് പോയാലും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് പക്ഷേ കേരളത്തിലൊരു പൊതു സ്വഭാവം, എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് BJP ഒക്കെ ഉണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് പക്ഷമോ ഗ്രൂപ്പുമല്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് പ്രകടിപ്പിക്കാൻ BJPക്കകത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാറില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പാർട്ടി ഫോറത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ പറയും, ഞങ്ങളത് പ്രകടിപ്പിക്കും. ഞങ്ങൾക്കത് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു പറയുന്ന അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അത് പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടിയുടെ അഭിപ്രായം പ്രസിഡന്റ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും പാർട്ടിയിലെ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ട്. അതിൽ ആർക്കും മാറി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർ BJPക്കകത്ത് അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന പക്ഷം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇതൊക്കെ മേമ്പൊടിയായിട്ട് പറയാം എന്നല്ലാതെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഇതൊന്നും ഒരു ഘട്ടത്തിലും കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും ബാധിച്ചിട്ടില്ല, ബാധിക്കാറുമില്ല. നേതാക്കളുടെ പേരിൽ വരുന്ന മാധ്യമ വാർത്തകളിൽ കൃഷ്ണദാസ് പക്ഷമെന്നും അല്ലെങ്കിൽ മുരളീധര ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോഴും ഈ നേതാക്കളൊന്നും അതിനെ തള്ളി പറയുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ തള്ളിപ്പറഞ്ഞ് എന്തിനാണ് അതിനൊരു സ്ഥിരീകരണം കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? പക്ഷമില്ല എന്ന് ഞങ്ങൾക്കല്ലേ അറിയാവുന്നത്. ഞങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മീറ്റിങ്ങിൽ, ഒരു കോർ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ഞങ്ങൾ വളരെ കോടിയിലായിട്ട് വളരെ സന്തോഷത്തോടെയും സൗഹൃദത്തോടുകൂടിയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. രാത്രിയായാൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരും. ഞാനതിനൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഒരു മാധ്യമങ്ങളിൽ വരെ വാർത്ത വരും. അങ്ങനെ വരുന്ന വാർത്തയോട് ഞങ്ങളിതിനെ പ്രതികരിക്കാൻ വേണ്ടി പോകണം? അല്ല, നമ്മുടെ പേരിൽ തെറ്റായ വാർത്തകളാണെങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞു. തെറ്റായിട്ടുള്ള വാർത്തകൾ ഗോസിപ്പ് വാർത്തകളാണല്ലോ. അല്ലാതെ ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നാൽ ഞാൻ അതിനോട് റിയാക്ട് ചെയ്യും. ഇതൊരു ഗോസിപ്പ് വാർത്തയ്ക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കെന്ത്? ഞങ്ങളങ്ങനെ ഒരിക്കലും ഒരു ഘട്ടത്തിലും പോകാറില്ല. വാർത്തകളായി കൊടുക്കുക. കാരണം BJP പ്രവർത്തകന്മാർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഉള്ള സാഹചര്യമുണ്ട്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. കാരണം അവരുടെ യോഗങ്ങളിൽ എന്താണ് പറയുന്നത് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് കേരളത്തിലെ മീഡിയ ഉണ്ടാക്കുന്ന ഗോസിപ്പ് വാർത്തകൾക്കെതിരായിട്ട് പോകാൻ സാധാരണ അതിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായം. ഞാൻ ഏതായാലും പോകാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരൻ. വാർത്തകളായി തന്നെ മുമ്പോട്ട് പോട്ടെ. നമ്മുടെ നിലപാട് എന്താണെന്ന് പാർട്ടി പ്രവർത്തകന്മാർക്കും ജനങ്ങൾക്കും അറിയാം. അതൊരു വാർത്ത കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല ഒരാളുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായി ഞാനതിനൊന്നും കമൻറ്റ് ചെയ്യാറില്ല. പൊതുവെ BJPക്കകത്ത് അത്തരം വാർത്തകളോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്കുള്ളിൽ ചില കോൺഗ്രസ് അനുകൂലികൾ ഉണ്ടെന്ന് പരോക്ഷമായി പറയുകയുണ്ടായി. അവർ UDFനൊപ്പം നിൽക്കണമെന്നും അതിനുശേഷമുള്ള ഒരു പ്രതികരണത്തിലൂടെ അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് അനുകൂലികൾ ഉണ്ടോ പാർട്ടിയിൽ? അതായത് BJPയുടെ അനുഭാവികളായിട്ടുള്ള ചില ആളുകൾ അവർക്ക് ഇത്ര കോൺഗ്രസ് പക്ഷപാതിത്വമുണ്ട്. അത് കാരണം BJPക്കകത്ത് CPM വിരോധത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള കുറേ ആളുകൾ, അത് ഞങ്ങൾ കുറേ കാലം അനുഭവിച്ചിട്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് വോട്ട് കുറയുന്നത് ശക്തമായിട്ടുള്ള ആൻറ്റി CPM മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കുറേ ആളുകൾ വെച്ചാൽ BJP പ്രവർത്തകന്മാരല്ല, അതൊന്നും
BJPയുടെ സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു കോൺഗ്രസ് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കും. അങ്ങനെ എല്ലായ്പ്പോഴും ഞങ്ങളുടെ കുറേ വോട്ടുകൾ കോൺഗ്രസ്സുകാർ ചോർത്തിക്കൊണ്ടുപോകാറുണ്ട്. ഈ ആളുകളിലൂടെയാണ് ചോർത്തിക്കൊണ്ടുപോകാറ്. ഞങ്ങൾക്കത് അറിയാമായിരുന്നു, ഞങ്ങളത് കണ്ടുപിടിച്ചു, അതിന് മറുമാർഗം ഞങ്ങൾ തേടി മെല്ലെ മെല്ലത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു ഞങ്ങൾ ആ വിഭാഗത്തിന് ആരാണോ ഈ ഒരു പ്രോ UDF നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടുത്ത ആൻറ്റി CPM നിലപാട് കൊണ്ട് ഒരു പ്രോ UDF ആയി മാറിപ്പോയിട്ടുള്ള ഞങ്ങളുടെ അനുഭാവികളെ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്ത് അതിൻ്റെ തോത് ഞങ്ങൾ വളരെ കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതിനെക്കുറിച്ചാണ് സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPക്കകത്ത് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനും അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സിനെതിരായിട്ടാണ് ഞങ്ങളുടെ നിലപാട്. CPM കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ വേറെ CPM ഉള്ളത്. CPMനോട് ഞങ്ങൾക്ക് ഐഡിയോളജിക്കൽ വാറുണ്ട്. കാരണം CPMൻ്റെ കൊലക്കത്തിക്കിരയായി നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതുകൊണ്ട് ആശയപരമായിട്ട് ഞങ്ങൾ CPMനെ എക്കാലത്തും എതിർക്കുന്നുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലേ ഉള്ളൂ. BJP ഒരു നാഷണൽ പാർട്ടിയാണ്. നാഷണൽ പാർട്ടി എന്നുള്ളത് പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരോടാണ്? ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഫൈറ്റ് കോൺഗ്രസിനോടാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് കോൺഗ്രസിനോട് നടത്തുമ്പോൾ BJPയുടെ ഒരു പ്രവർത്തകനും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് മനസ്സിൽ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏതെങ്കിലും അനുഭാവികൾക്ക് അതുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തായിട്ട് BJPയിലേക്കായിരുന്നു കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ നേതാക്കൾ വരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. അത്തരമൊരു പാർട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടി വിടേണ്ട സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും വിശദമാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും നോക്കി അതിലെവിടെയും അദ്ദേഹം എന്തിനാണ് BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കാം. വ്യക്തിപരമായിട്ടുള്ള താല്പര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആളുകളോട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. കാരണം മനുഷ്യരാണ് എല്ലാവരും. പക്ഷെ അതിനപ്പുറത്താണ് ഐഡിയോളജി. ആ ഐഡിയോളജിയോട് കമ്മിറ്റ്മെൻറ്റുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പ്രസ്ഥാനം വിട്ട് ഈ നേരം ഒന്ന് ഇരുട്ട് വെളുക്കും മുമ്പ് അപ്പുറത്ത് പോയിട്ട് ഈ ആശയത്തെ മുഴുവൻ തള്ളിപ്പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോകുന്ന ആരും അങ്ങനെ പറയാറുമില്ല. അപ്പം ഈ കോൺഗ്രസ് വിട്ട് ധാരാളം ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും BJPയിൽ ചേർന്നതിന് തൊട്ട് പിറ്റേസ് തന്നെ കോൺഗ്രസ് ഐഡിയോളജിയിലല്ലോ തള്ളിപ്പറയുന്നത്. സമകാലിക രാഷ്ട്രീയത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില തിരിച്ചടികളെ തുടർന്ന് അവർക്കതിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് BJPയിലേക്ക് ചേരുന്നതാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. BJPയിലേക്ക് ചേർന്ന് ഞങ്ങളുമായിട്ട് ഇടപെടുകയും ശേഷം ഈ പാർട്ടിയുടെ അകത്തായതിനു ശേഷമാണ് അവർ ഐഡിയോളജിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്, സാമാന്യ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അതിന് അപവാദമായിട്ടാണ് ഞാൻ ആദ്യമായി കാണുന്നത്. രാജിവെച്ചതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത മണിക്കൂറിൽ അദ്ദേഹം ഹിന്ദുത്വത്തെ തള്ളിപ്പറയുകയാണ്. അപ്പോൾ തലേ ദിവസം രാത്രി വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഹിന്ദുത്വം ഉണ്ടായിരുന്നില്ലേ? തലേ ദിവസം രാത്രി വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ അതും ഐഡിയോളജിയിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് വ്യക്തിപരമാണ്. ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം കുറച്ച് മുമ്പ് തന്നെ ഈ അതൃപ്തി വ്യക്തമാക്കുകയുണ്ടായി ഒരാഴ്ചകൾക്ക് മുമ്പ്. ആ സമയത്ത് MT രമേശ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു? ഞാൻ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വയനാട്ടിലായിരുന്നു, ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹമാണല്ലോ ആരോടെങ്കിലും പറയേണ്ടത്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെങ്കിലും വ്യക്തിപരമായ അനിഷ്ടങ്ങളുള്ളതായിട്ട് അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കൃഷ്ണകുമാറിനോടാണ് അഭിപ്രായ വ്യത്യാസമെങ്കിൽ ധാരാളം ആളുകൾ വേറെയും ഉണ്ടല്ലോ. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ടുള്ള ധാരാളം സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ കേരളത്തിൽ RSSൻ്റെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അല്ല, അദ്ദേഹം പരസ്യമായി അതൃപ്തി പ്രഖ്യാപിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള അനുയായ ശ്രമങ്ങൾ നടത്തിയിരുന്നു? എൻ്റെ അറിവിൽ ആരും നടത്തിയത് എനിക്കറിയില്ല. കാരണം പത്രത്തിലൂടെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളോട് എന്തിനാണ് അനുനയം നടത്തുന്നത്? BJP സ്വീകരിക്കുന്നൊരു സമീപനം നമുക്ക് ഈ പാർട്ടിക്കകത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മുതിർന്ന ആളുകളോട് പറയും. അത് പത്രത്തിലൂടെയല്ല, മാധ്യമത്തിലൂടെ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കുന്നൊരു പാർട്ടിയല്ല BJP. ആ സമീപനം ഞങ്ങൾക്കില്ല. മാധ്യമങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ മാധ്യമങ്ങളാണ് പരിഹരിക്കേണ്ടത്, BJPയിലല്ലോ. BJPയാണ് പരിഹരിക്കേണ്ടതെങ്കിൽ BJPയോടാണ് പറയേണ്ടത്. അത് അയാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. BJPയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ബാധകമാകുന്ന ഒരു പൊതുതത്വം, നമുക്ക് പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാം പാർട്ടി ലീഡർഷിപ്പിനോടാണ് പറയേണ്ടത്. ഇനി പാർട്ടി ലീഡർഷിപ്പിനോട് നമ്മൾ പറഞ്ഞിട്ട് അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ മുതിർന്ന ധാരാളം ആളുകൾ ഈ ആശയ കുടുംബത്തിൽ
സംഘപരിവാർ കുടുംബത്തിൽ മുതിർന്ന എല്ലാവർക്കും ബഹുമാനിതരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരോട് ആരോടെങ്കിലും പറയണം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചുള്ള ശീലം അതാണ്. ഞങ്ങൾക്കൊക്കെ പല സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉള്ള സമയത്ത് ഞങ്ങളുടെ മുതിർന്ന ആളുകളോടാണ് പറയുക. അങ്ങനെയാണ് പറയേണ്ടത്. അത് മാധ്യമങ്ങളോടല്ല. മാധ്യമങ്ങളോട് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്ന ഒരു സമീപനം BJP ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. അത് എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും സ്വീകരിക്കില്ല. കാരണം ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉമാഭാരതി BJP വിട്ടുപോയപ്പോൾ അവരവരെ വഴിക്ക് പോയി. ആരും അവരുടെ കൂടെ പോയില്ല. അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഞങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ പിന്നാലെ പോകുന്ന പാർട്ടിയല്ല. ഇപ്പോൾ ഇദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളെ പോലും കിട്ടിയില്ല. അദ്ദേഹം സ്വന്തം പഞ്ചായത്തിൽ പോലും ആളെ കിട്ടിയില്ലല്ലോ. അങ്ങനെ കിട്ടില്ല. നാളെ ഞാൻ പോയാലും കിട്ടില്ല. BJPക്കകത്ത് ഒരാൾ പോയി കഴിഞ്ഞാലും അത് എത്ര ചെറിയ നേതാവ് ആവട്ടെ, എത്ര വലിയ നേതാവട്ടെ പോയാൽ കൂടെ പോകാൻ സ്വന്തം നിഴൽ പോലും ഉണ്ടാകില്ല. കാരണം ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് വ്യക്തി കേന്ദ്രീകൃതമാകുന്നൊരു പാർട്ടിയല്ല ഇതൊരു ആശയത്തിൽ പ്രചോദിതമായ പാർട്ടിയാണ്. ആശയത്തോടാണ് ആളുകൾ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവരും ഒരു നരേന്ദ്രമോദിയോട് എല്ലാവർക്കും ബഹുമാനവും ഉണ്ട്, ആദരവുണ്ട്. അതും വ്യക്തിപരമല്ല, അതും ഐഡിയോളജിയുടെ ഭാഗമാണ്. ഐഡിയോളജി ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര വലിയ നേതാവായാലും ഒരു പാർട്ടി പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. BJPയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. K. സുരേന്ദ്രൻ 5 വർഷം തികച്ചു. പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. താങ്കളുടെ പേരാണ് അതിൽ മുൻപന്തിയിൽ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവരെല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് പുതിയ പ്രസിഡന്റ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി കേന്ദ്ര നേതൃത്വം ഒരാളെ തീരുമാനിക്കും. ആ തീരുമാനിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകളോട് ചോദിച്ചും എല്ലാ വിഭാഗത്തെ ആളുകളോട് ചോദിച്ചും കേരളത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും വരുന്ന കാലഘട്ടത്ത് ആരാണ് കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്നവർ തീരുമാനിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. അതിന് വേറെ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ആ പ്രോസസ്സിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ളത് ബൂത്ത് തിരഞ്ഞെടുപ്പും മണ്ഡലം തിരഞ്ഞെടുപ്പുമാണ്. അതൊക്കെ പൂർത്തിയായിട്ട് മാത്രമേ ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് കേവലം ഒരു വാർത്ത മാത്രമാണ്. അങ്ങനെ ഇവിടെ ഒരു മത്സരം നടത്തിയിട്ടോ ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടോ ഒന്നും ഒരാൾക്കും പാർട്ടി പ്രസിഡന്റ് ആഗ്രഹം ഉണ്ടാകില്ലേ? ആഗ്രഹിക്കുന്നത് എന്താ കുഴപ്പം? ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മാറി നിന്നത് ഈ ഒരു പദവി ആഗ്രഹിച്ചിട്ടാണോ? അവിടെ മത്സരിച്ചാൽ ആ പദവി കിട്ടില്ല എന്താ പ്രശ്നമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടുണ്ടോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തിരിച്ചടികളല്ലോ പാർട്ടി ചുമതലയിൽ ഏൽപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ BJP പ്രസിഡന്റാകാൻ പറ്റിയ ആളാണ്. അതാ ഞാൻ പറഞ്ഞ പാർട്ടി കേന്ദ്ര നേതൃത്വമാണത് ആലോചിക്കേണ്ടത്. അവരെല്ലാ വശവും ആലോചിച്ച് ആരെങ്കിലും ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനകത്തിൽ പാർട്ടി മുമ്പോട്ട് പോകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമോ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയമോ ഒന്നുമല്ല പാർട്ടി പ്രസിഡന്റ് മാനദണ്ഡം. പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ ആർക്കാണോ സാധിക്കുക അവരെ പാർട്ടി കേന്ദ്രം തീരുമാനിക്കും. അതിൻ്റെ സമയം വരുന്നേ ഉള്ളൂ. ഇപ്പോഴേ നമ്മളതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ സമയം വരുമ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം ആലോചിച്ച് ആ തീരുമാനം പ്രഖ്യാപിക്കും. ഈ അടുത്തിടെയായിട്ട് താങ്കളുടെ പേര് ഈ പദവിയിലേക്ക് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയുണ്ടായി. മുമ്പും താങ്കളുടെ പേര് ഈ പദവിയിലേക്ക് പറഞ്ഞു കേട്ടപ്പോൾ സമാനമായ ആരോപണമുണ്ടായി. ഇത് ഒരു മനഃപൂർവ്വമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊരു റിലവൻസ് ഇല്ലാത്ത കേസാണ്. 2016-17 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കേസാണ്. ആ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചു. വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം നടത്തി യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കേസാണ്. അതിനുശേഷം ഇപ്പോൾ പെട്ടത് പുറത്തു വരാൻ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടായേക്കാം. ആ താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കും. പക്ഷേ പാർട്ടി പ്രവർത്തനത്തെയോ പാർട്ടി പ്രവർത്തകരെയൊന്നും അത് ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തിപരമായി ഞാനും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ അത്ര ഒരു നീക്കം നടക്കുന്നുണ്ടോ ഈ ആരോപണത്തിന് പിന്നിൽ? ഒരു നീക്കവുമില്ല. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാർട്ടിക്കകത്ത് എന്തിനാണ് നീക്കം നടത്തുന്നത്? ഇതൊക്കെ പുറത്തുള്ള ആരെങ്കിലും താല്പര്യമായിരിക്കാം. ആ താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കാം. ഇനി അതിന് വേറൊന്നും ഉദ്ദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു മെറിറ്റോറിയസ് അല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അതിൻ്റെ പിന്നാലെ ആരും പോകാതിരുന്നത്. BJPക്കകത്ത് അങ്ങനെ നീക്കമൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട ഇതൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ബൂത്ത് തിരഞ്ഞെടുപ്പും മണ്ഡലം തിരഞ്ഞെടുപ്പുകളുടെ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളാരും അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അത് നടത്താൻ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധ കേരളത്തിൽ BJPയുടെ പ്രസിഡന്റ് ആരാകുന്നു, സെക്രട്ടറി ആരാകുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ കേരളത്തിൽ BJPയുടെ
സാമൂഹ്യ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. ഞങ്ങൾക്കിപ്പോഴുള്ള ഈ 20% വോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു 25% ആക്കാനുള്ള വഴികളെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ്. ബാക്കിയൊന്നും ഞങ്ങൾ പ്രധാനമായിട്ട് കാണുന്നില്ല. അതിനിടയിൽ ഏതെങ്കിലും ഒരാൾ വീണ്ടും പ്രസിഡൻ്റ് അയക്കാം, ആളുകൾ ഭാരവാഹികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. പക്ഷേ കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ടീം മാറാൻ വേണ്ടി പോകുന്നില്ല, കസേരകളെ മാറുള്ളൂ. ടീം അങ്ങനെ തന്നെ ഉണ്ടാകും. ആ ടീമിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ടാർഗറ്റ് 2026 ആകുമ്പോൾ ഞങ്ങൾക്ക് 25% വോട്ട് വേണമെന്നുള്ളതാണ്. അതിനിടയിൽ ആര് സംസ്ഥാന പ്രസിഡൻ്റ് ആകുന്നു, സെക്രട്ടറി ആകുന്നു എന്നുള്ളത് ഈ ഇരിക്കുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ല. ആരാ കസേര ഇരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് ആ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി അതാണ്. ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകളാണ്, അത് ശരിയാണോ എന്നറിയില്ല, ജില്ലാ കമ്മിറ്റികൾ വിഭജിച്ച് കൂടുതൽ അധ്യക്ഷന്മാർ വരുമെന്ന് പറയുന്നു. അതിൽ ശരിയുണ്ടോ? കോർ കമ്മിറ്റിക്ക് ശേഷമുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതൊരു പ്രപ്പോസലുണ്ട്. അത് കേരളത്തിൻ്റെ തീരുമാനമല്ല. കേന്ദ്ര പാർട്ടി അങ്ങനത്തെ പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ യൂണിറ്റുകൾ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിലും വിഭജിക്കണമെന്ന് നേരത്തെ തന്നെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് കൂടി നോക്കിയിട്ട് നീണ്ടുപോയതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് ഈ പുതിയ ടീം വരുന്നതിൻ്റെ മുമ്പേ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകണം എന്നുള്ളതൊരു പ്രപ്പോസൽ കേന്ദ്ര പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രാഥമികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നേ ഉള്ളൂ, ഫൈനലായിട്ടില്ല. ഈ താങ്കളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പാർട്ടി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് നയിക്കുക? അധ്യക്ഷനല്ലല്ലോ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്നത്, ടീമാണ്. ഞാനിപ്പോഴും ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണോ ആര് പ്രസിഡൻ്റ് ആയാലും, എക്സ് ഓർ വൈ ആര് പ്രസിഡൻ്റ് ആയാലും എന്തെങ്കിലും പദ്ധതികളുണ്ടോ? പദ്ധതികൾ വ്യക്തികളുടെ മനസ്സിലല്ല ഉള്ളത്, പദ്ധതികൾ ടീമിൻ്റെ മനസ്സിലാണ്. BJPയുടെ ഒരു പ്രവർത്തന രീതി, അധ്യക്ഷത വഹിക്കുന്ന ആൾ ഒരു അജണ്ടയായിട്ട് മുമ്പോട്ട് വരിക, അത് ചർച്ച ചെയ്യുക, അങ്ങനെയല്ല. ഒരു യോഗത്തിൻ്റെ അജണ്ട പോലും ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. യോഗത്തിൻ്റെ അജണ്ട ഇപ്പോൾ സംസ്ഥാന കോർ ഗ്രൂപ്പാണെങ്കിൽ ആ കോർ ഗ്രൂപ്പിലും സംസ്ഥാന ഭാരവാഹി യോഗത്തിലും നടത്തേണ്ട ചർച്ചകളുടെ അജണ്ട നിശ്ചയിക്കുന്നത് ജനറൽ സെക്രട്ടറിമാരുടെ മീറ്റിങ്ങിലാണ്. ജനറൽ സെക്രട്ടറിമാരുടെ മീറ്റിങ്ങിൽ എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന പ്രസിഡൻറ്റും സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയും കൂടിയാണ്. ഇവിടെയൊന്നും ഒരു വ്യക്തി ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്ന ഒരു പരിപാടി BJPക്കകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, വിജയിക്കുമ്പോൾ ഒരാൾ ഉത്തരവാദി, തോൽക്കുമ്പോൾ ഒരാൾ ഉത്തരവാദി, അങ്ങനെയില്ല. വിജയത്തിനും പരാജയത്തിനും ഒരേപോലെ എല്ലാവരും ഉത്തരവാദികളാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കാറ് പരാജയം അപ്പോഴും അങ്ങനെയാണല്ലോ, വിജയത്തിന് നാഥനുണ്ടാകും, പരാജയം അനാഥമാണെന്ന് പറയാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചില്ല, വിജയത്തിനും പരാജയത്തിനും ഒരേ നാഥന്മാരാണ് തന്നെയുള്ളത്. ഒരു ടീമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ആ ടീം സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ് എല്ലാ തരത്തിലും ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത്. ഒരു ടീമിനാണ് ചെയ്യാൻ സാധിക്കുക. കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു പരിഭവം ഉന്നയിക്കുകയുണ്ടായി. വിജയിക്കുമ്പോൾ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്, പരാജയപ്പെടുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് എല്ലാം ഏറ്റെടുക്കണം സ്ഥിതി. അത്തരത്തിലൊരു ഒറ്റപ്പെടൽ സുരേന്ദ്രൻ ഉണ്ടായോ? അങ്ങനെ ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി പറഞ്ഞു. BJPക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. BJPക്കകത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത് 2021 ഞങ്ങൾ ഒരുമിച്ചാണല്ലോ നേരിട്ടത്. നിങ്ങൾ 4 ഭാഗത്തും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വളച്ചും വെച്ച് ആക്രമിച്ചപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് നേരിട്ടത്. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഒരുമിച്ചാണ് വിജയം ആഘോഷിച്ചത്. പരാജയത്തെ ഒരുമിച്ച് നേരിടും, വിജയിക്കുമ്പോൾ ഒരുമിച്ച് ആഘോഷിക്കും. അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലെ വിജയം ഒരു പാർട്ടിയുടെ വിജയമായിരുന്നു അതോ ഒരു വ്യക്തിക്കുണ്ടായ നേട്ടമായിരുന്നു? രണ്ടും കൂടിയാണ്. കാരണം ഞാൻ വ്യക്തിയെ മാറ്റി നിർത്തുന്നില്ല. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെറുതല്ല. അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ധാരാളം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആക്ടിവിറ്റികൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിലെ എല്ലാ മേഖല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ള ആഗ്രഹം തൃശ്ശൂർ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജാണ്. പക്ഷേ ആ അഡ്വാൻറ്റേജിനെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സംഘടനാ മിഷനറി, തിരഞ്ഞെടുപ്പ് മിഷനറിയെ സജീവമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കായിരുന്നു തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതല. ഞാൻ കോഴിക്കോട് സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് വരുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെയാണ്. മാർച്ച് മാസത്തിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. കോഴിക്കോട് സ്ഥാനാർത്ഥിയാകേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോഴാണ് തിരിച്ചു വന്നത്. അതുവരെ ഞാൻ 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത്
എല്ലാ ബൂത്തിലും തൃശ്ശൂർ പാർലമെൻറ്റ് മുഴുവൻ ബൂത്തിലും വളരെ സജീവമായൊരു പാർട്ടി മെഷീനറി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അവിടുത്തെ പ്രവർത്തകന്മാർക്ക് ഒരു ദിവസം പോലും വിശ്രമം നമ്മൾ കൊടുത്തിട്ടില്ല. നിരന്തരമായ പരിപാടികൾ, പ്രധാനമന്ത്രിയുടെ തന്നെ 3-4 പരിപാടികൾ വന്നു, അമിത്ഷാജിയുടെ പരിപാടികൾ വന്നു, മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ പരിപാടികൾ വന്നു, നഡ്ഡാജിയുടെ പരിപാടി വന്നു. എങ്ങനെ പോയാലും 2 മാസം കൂടുമ്പോൾ ഒരു ദേശീയ നേതാവ് തൃശ്ശൂരിൽ വരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ല എണ്ണയിട്ട യന്ത്രം പോലും മെഷീനറി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ മനസ്സിൽ ഒരു കൊല്ലക്കാലം മുഴുവനും ജയിക്കുക എന്നല്ലാതെ ഒരു മന്ത്രവും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏറ്റവും ശക്തമായൊരു മെഷീനറിയും സുരേഷ് ഗോപിയെ പോലെയുള്ള വലിയ ജനസ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയും ചേർന്നപ്പോൾ ആ ഒരു കെമിസ്ട്രി ഉണ്ട്. കാൻഡിഡേറ്റും പാർട്ടി മെഷീനും തമ്മിലുള്ള കെമിസ്ട്രി. ആ കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് തിരഞ്ഞെടുപ്പും ജയിക്കുകയുള്ളൂ. അത് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തൃശ്ശൂരിൽ സാധിച്ചു. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കരിഷ്മയും തൃശ്ശൂരിലെ പാർട്ടി മെഷീനറിയുടെ സജീവതയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള വിജയമാണ് തൃശ്ശൂരിലെ വിജയം. പാലക്കാട് ആ മെഷീനറി പ്രവർത്തിച്ചില്ലേ? തൃശ്ശൂരിൽ അത് പ്രവർത്തിച്ചു, വിജയിച്ചു. പാലക്കാടിൽ അതുണ്ടായില്ല. പാലക്കാട് വിജയത്തിലേക്ക് എത്തിയില്ല. അത് പ്രവർത്തിച്ചതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 39,000 വോട്ട് കിട്ടി. ഇതിലേ കിട്ടില്ലല്ലോ. പക്ഷേ തൃശ്ശൂരിലെ പോലെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 50,000 വോട്ട് പ്രതീക്ഷിച്ചു, ഞങ്ങൾക്ക് 40,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് പൂർണ്ണമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ അങ്ങനൊരു പാർട്ടി മെഷീനറി സജീവമല്ലായിരുന്നുവെങ്കിൽ ഈ വലിയ ബഹളത്തിനുണ്ടെങ്കിൽ ഞങ്ങൾ പുറകോട്ട് പോയിരുന്നു. ഞങ്ങളങ്ങനെ ഒരുപാട് പുറകോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 4,000 വോട്ട് കുറയുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. BJPയുടെ വോട്ടുകൾ 4,000 വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പം 4,000 വോട്ട് മാത്രമേ ഞങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് എന്നുള്ളത് ഒരു എക്സെപ്ഷൻ കേസ് മാത്രമാണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചില യോഗങ്ങളിൽ നിന്ന് താങ്കളും മറ്റു ചില നേതാക്കളൊക്കെ വിട്ടുനിന്നുള്ള വാർത്ത വന്നിരുന്നു. അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ഒരു ജൂനിയറായിട്ടുള്ള സുരേന്ദ്രൻ, അദ്ദേഹത്തിന് കീഴിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? എനിക്കൊരു പ്രശ്നവുമില്ല. സുരേന്ദ്രൻ്റെ ജൂനിയർ ഒന്നുമില്ല, ഞങ്ങൾ സമപ്രായക്കാരാണ്. പാർട്ടി ചുമതല അനുസരിച്ച് ഒരുപക്ഷെ ഞാൻ യുവമോർച്ച പ്രസിഡൻ്റായ സമയത്ത് എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അത് ശരിയാണ്. അതിൽ സീനിയറും ജൂനിയറൊന്നുമില്ല. പാർട്ടിക്കകത്ത് അങ്ങനെ സീനിയോറിറ്റിയുടെയും ജൂനിയറിൻ്റെയും പ്രശ്നമൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ചില ആളുകൾ ഒരു പോസ്റ്റിലേക്ക് വന്നു. എല്ലാവർക്കും പ്രസിഡൻ്റ് ആവാൻ പറ്റില്ലല്ലോ, ഒരാൾക്കല്ലേ പ്രസിഡൻ്റ് ആവാൻ പറ്റുമോ? പ്രായം നോക്കിയിട്ടൊന്നുമല്ലല്ലോ ആളുകളെ പ്രസിഡൻ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം. എനിക്ക് സുരേന്ദ്രൻ ഞാനുമായിട്ടോ അത്തരത്തിൽ പ്രവർത്തിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണോ ABVPയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചത്, എങ്ങനെയാണോ യുവമോർച്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത്, അതേ ഒരു സൗഹൃദ അന്തരീക്ഷത്തോടു കൂടി BJPയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച ഈ പാർട്ടി യോഗത്തിന് വിട്ടു നിൽക്കുക, എല്ലാവർക്കും എല്ലാ യോഗത്തിലും പോകാൻ സാധിക്കില്ലല്ലോ. ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ അതെന്തെങ്കിലും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു? പ്രതിഷേധത്തിൻ്റെ ഭാഗമൊന്നുമില്ല. നിങ്ങളുടെ ഉദ്ദേശിച്ചിട്ട് കഴിഞ്ഞ എറണാകുളത്തെ മീറ്റിങ്ങിലാണ്. ഞാൻ ആ യോഗത്തിന് ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്കന്ന് യോഗത്തിന് എത്താൻ പറ്റില്ല. ഒന്നത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിരുന്നു. അപ്പോൾ അതിൽ റിട്ടേണിംഗ് ഓഫീസർമാരെയും ജില്ലാ പ്രസിഡന്റുമാരെയുമാണ് വിളിച്ചത്. പിന്നെ നമ്മൾ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള യോഗമായതുകൊണ്ട് സംസ്ഥാന ഭാരവാഹികളെ കൂടി വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അസൗകര്യം, നേരത്തെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കേണ്ട ആൾ പോലും ആയിരുന്നില്ല. കാരണം റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും മീറ്റിംഗ് ആയിരുന്നു. ഞാൻ റിട്ടേണിംഗ് ഓഫീസറല്ല, ജില്ലാ പ്രസിഡന്റുമല്ല. അതുകൊണ്ട് ഞാൻ പങ്കെടുക്കേണ്ടതില്ല. എനിക്ക് വേണമെങ്കിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതൊരു എൻ്റെ ചോയ്സാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ യോഗത്തിലേക്ക് സംസ്ഥാന ഭാരവാഹികളെ കൂടി വിളിച്ചു, ഒരു സംസ്ഥാന നേതൃയോഗമാക്കി മാറ്റി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന പ്രസിഡന്റിനും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ നടക്കുന്നത് ഒരു യോഗത്തിൽ ആര് പങ്കെടുത്തു എന്നുള്ളതിനേക്കാൾ പ്രധാനം ആര് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. പങ്കെടുക്കാത്ത ആളുകൾ ഒപ്പിയെടുത്ത് അത് വാർത്തയാക്കുകയാണ്. പിന്നെ അത് വാർത്തയാക്കുന്നതുകൊണ്ട് മീഡിയക്കൊരു താല്പര്യം ഉണ്ടാകും. ആ താല്പര്യത്തെ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വെറുതെ ഇല്ലാതാക്കുന്നത്. അവിടെ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകന്മാർക്ക്, പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വരാത്തത്. കുറേ പേര് വരാതിരുന്നുണ്ട്. ഒരു MT രമേശ് മാത്രമല്ല, കുറേ പേര് വരാതിരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പരമാവധി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമായിട്ട് തീരെ നിർവാഹമില്ലാത്ത കാരണം കൊണ്ടൊരു യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ച് ഞാൻ അനുവാദം മേടിക്കുക എന്നുള്ളത് എക്കാലത്തെയും എൻ്റെ ശീലമാണ്. അത് K. സുരേന്ദ്രനല്ല, കേരളത്തിൽ ആര് BJP പ്രസിഡൻ്റായ സമയത്തും എൻ്റെ ശീലമാണ്. ഈ പ്രാവശ്യം എറണാകുളത്തെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സുരേന്ദ്രൻ നന്നായിട്ട് അറിയാമായിരുന്നു. നേരത്തെ തന്നെ സുരേന്ദ്രൻ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അയാളത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പങ്കെടുക്കാത്ത എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിളിച്ചു പറയും. പിന്നെ 1 മണിക്കൂർ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്.
അല്ല, ആ സാഹചര്യം കൂടി അത്തരത്തിൽ ഉൾത്തിരിഞ്ഞു വന്നതായിരുന്നു. അല്ല, അതിപ്പോൾ ഒരാൾ പങ്കെടുത്തിട്ടില്ല എന്ന് ഒരു യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിങ്ങനെ എഴുതി കാണിക്കുക, എന്നിട്ട് നമ്മൾ മീഡിയയോട് പറയണം അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാൻ ബഹിഷ്കരിച്ചതല്ല. എനിക്കങ്ങനെ നിങ്ങൾ 2 മണിക്കൂർ നേരത്തെ നിങ്ങളൊരു സന്തോഷമല്ലേ, ആ സന്തോഷത്തിൽ ഞാനത് ഇല്ലാതാക്കണം? മീഡിയക്കൊരു സന്തോഷം ആയിക്കോട്ടെ. അവിടുത്തെ പാർട്ടി ലീഡർഷിപ്പിന് അറിയാമല്ലോ ഞാൻ എറണാകുളം യോഗത്തിന് പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം സംസ്ഥാന പ്രസിഡന്റ് അറിയാം. ഞാൻ ആബ്സെൻ്റ്. എന്തുകൊണ്ടാണ് ആബ്സെൻ്റ് ആണ് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം സുരേന്ദ്രനോടുള്ളതുകൊണ്ട് എനിക്ക് പറയാം. അതിപ്പോൾ സുരേന്ദ്രൻ നേരത്തെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് സുരേന്ദ്രനും ചില യോഗത്തിൽ ആബ്സെൻ്റ് ആവാറുണ്ട്. അന്ന് പിന്നെ ഈ വാർത്തകൾക്ക് ഇത്ര പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഇത് വാർത്തയാകുന്നില്ല. അത് എല്ലാ കാലത്തും എല്ലാവരും ഉണ്ട്. ചില യോഗത്തിൽ മുരളിയേട്ടൻ വരാറില്ല, കാരണം മുരളിയേട്ടൻ കേരളത്തിന് വെളിയിലാണെങ്കിൽ മുരളിയേട്ടൻ വരാൻ പറ്റി സാധിക്കില്ല. ചില യോഗത്തിൽ കുമ്മനം എത്താറില്ല. ഇപ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരം നേതൃത്വത്തിൽ കുമ്മനം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ പക്ഷേ കുമ്മനം ബഹിഷ്കരിച്ചു എന്ന് വാർത്ത കൊടുത്തിട്ടില്ലേ? അതൊക്കെ ഓരോ യോഗത്തിൻ്റെ സ്വഭാവമാണ്. വി മുരളീധരനും ഈ അധ്യക്ഷ പദവിയിലേക്ക് ഒരു ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം വന്നാൽ താങ്കൾ അനുകൂലിക്കുമോ? പിന്നെന്താ സംശയം? അദ്ദേഹം എന്നല്ല, കേരളത്തിൽ ആരെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയിട്ട് പാർട്ടിക്ക് എന്ത് നേതൃത്വം നിശ്ചയിച്ചാലും അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയം എന്താ? വി മുരളീധരൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടോയില്ലോ എന്ന് എനിക്കറിയില്ല. വി മുരളീധരൻ 5 കൊല്ലം ഒരു സക്സസ്ഫുൾ പ്രസിഡൻ്റ് ആയിരുന്നു. അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടോ? അങ്ങനെ നീക്കം നടത്തിയിട്ട് BJPയിൽ ആർക്കും പ്രസിഡൻ്റ് ആവാൻ പറ്റില്ല എന്ന്. BJPയിൽ ഒരാൾക്കും എന്തെങ്കിലും വ്യക്തിപരമായി നീക്കം നടത്തി പ്രസിഡൻ്റ് ആകാൻ സാധിക്കുന്ന പാർട്ടിയല്ല BJP. അത് ഞാനായാലും മറ്റൊരാളായാലും വ്യക്തിപരമായി എനിക്ക് പ്രസിഡൻ്റ് ആകണമെന്ന ആഗ്രഹത്തോടൊരു നീക്കം നടത്തിയാൽ BJPക്കകത്ത് ആരും പ്രസിഡൻ്റ് ആവില്ല. BJPക്കകത്ത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റുമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതൊരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസസ്സാണ്. അപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വമാണ് സമവായത്തിലൂടെ ചർച്ച ചെയ്ത് എല്ലാവരും ആലോചിച്ച് സ്വീകാര്യമായ ഒരു പേര്, ഒരുപാട് ആഗ്രഹമുള്ള ആളുകളുണ്ടാകും. ആ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു 3 വർഷക്കാലം പാർട്ടിയെ നയിക്കാൻ പറ്റുന്ന ആളാരാണോ അയാളെ നമ്മൾ തിരഞ്ഞെടുക്കും. സംസ്ഥാനത്ത് നിന്നുമ്പോൾ ഈ പ്രോസസ്സ് നടത്തുക സെൻട്രൽ ലീഡർഷിപ്പാണ്. അവർ നടത്തും, അവർക്ക് സമയമാകുന്ന സമയത്ത് നടത്തും. അവർക്ക് ഇപ്പോഴേ നടത്തേണ്ട ആവശ്യമില്ല. ഒന്ന് ജില്ലാ തിരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായിട്ടേ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ബൂത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട്. ആ സമയം അവർ ചെയ്യും. അതിനു മുമ്പേ ആരെങ്കിലും എന്തെങ്കിലും നീക്കം നടത്തിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മറ്റു പാർട്ടികൾ കണ്ടിട്ടുള്ള ശീലമാണ്. BJPക്കകത്ത് അതൊരിക്കലും സാധിക്കില്ല. സംസ്ഥാന അധ്യക്ഷനായി താങ്കളെ വീണ്ടും അഭിമുഖം ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ BJPക്കകത്ത് 23ാമത്തെ വയസ്സിൽ BJPയിലെ ചുമതല, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ചുമതല വന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 30 വർഷമായി. ഒരേപോലെയുണ്ട് ഞാൻ. അത് നാളെ എൻ്റെ ചുമതല മാറിയാലും അതുപോലെ തന്നെ ഉണ്ടാവും.